ഇന്നലെയാണ് എൻ്റെ അടുത്ത പ്രദേശമായ പുതിയങ്ങാടിയിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വന്നത്. പഴം കടലിലേക്ക് എറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. കടലിലേക്ക് പഴമെറിഞ്ഞാൽ, പാണക്കാട് തങ്ങന്മാർ പഴമെറിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് മീനുകൾ വരും ഇനിയുള്ള കാലത്ത്. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് പല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? അവിടെയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണിയൊക്കെ മാറും, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വരുമെന്നൊക്കെയാണ് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു വിശ്വാസം. കിട്ടില്ലേ തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടിയായിരിക്കുള്ളൂ. ലൈറ്റ് പൊല്യൂഷനാണ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നൊരു ബൾബുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചുവന്ന ഒരു കമ്പി കഷ്ണം കത്തും, അതുകൊണ്ട് ശല്യമില്ല. 100 വാട്ട്സ് பல்ப் எவ்வளவு சார்? 18 ரூபா. 18. ஒரு 40 വാട്ട്സ് பல்ப் ஒன்னு கொடுங்க. 15 വാട്ട്സ് 2 கொடுங்க. പിന്നെ ഫ്ലൂറസെന്റ് വന്നു, അതിനുശേഷം പിന്നെ ഒരു LED വന്നു. ഇതൊക്കെ എല്ലിടിക്കുന്ന സാധനമാണ്, എല്ലിടിച്ചു കൊല്ലും. അത് താൻ എവിടുത്തുകാരനാ? ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് തകരാറാക്കുകയും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. അതെ, സത്യത്തിൽ എന്താ ഇതൊക്കെ തന്നെ. ശനി, ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കലാണ് നല്ലത്. ശനിയാഴ്ച വസ്ത്രം എടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. കടയിലെ കച്ചവടം നടക്കാത്തത് നന്നായി. വന്ന ആൾക്കാർക്ക് കാര്യമില്ല, നമുക്ക് പ്രേമിക്കാൻ പറ്റും. ഇനി ഞായറാഴ്ചയാണ് വസ്ത്രം എടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും. തിങ്കളാഴ്ചയാണെങ്കിൽ ബർക്കത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും. ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തിയോ അല്ലെങ്കിൽ കളവ് പോവല് കൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്റെ മുമ്പ് തൂങ്ങിച്ചത് അറ്റാക്ക് വന്ന ആശുപത്രി കിടക്കുന്നവന് ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കൊടുക്കുന്നത് 100 ഉലുവ 100 ഉലുവ. ഇപ്പൊ മനസ്സിലായി നമ്മളാരാണാവോ. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആശുപത്രിയുടെ ബില്ല് 10 ലക്ഷം, ഒരു പ്രശ്നവും ഇല്ല. എന്തിനാണ് നിങ്ങൾക്ക്? എനിക്കിതൊക്കെ ദേശീയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? പ്രാവിന്റെ കാട്ടം ചുട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റം എളുപ്പമെന്നാണുള്ളത്. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? അലം നഷ്റഹും അലം തറയും ഓതിയാൽ സുബീന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലെ മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടാവില്ല. അല്ല, ഇതിപ്പോ ഇത്രയും കാലായതുകൊണ്ടേ നല്ല വേദനയുമുണ്ട്. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തിന്? എന്നെ വിശ്വാസമില്ലേ? നാടൻ കോഴിയില്ലേ, അതിന്റെ ചെറിയ എല്ലില്ലേ, ചെറിയ എല്ല്, കുഞ്ഞു കുഞ്ഞെല്ല്, അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല. ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എവിടെ പോണ് മുട്ടിലിറങ്ങി?